UDFിന്റെ വിജയാരവങ്ങൾ KPCC ആസ്ഥാനത്ത് പുരോഗമിക്കുമ്പോൾ ഇവിടെ ആൾക്കൂട്ടത്തിലൊരു മുഖം കണ്ടു. നമ്മുടെ ഡ്രൈവർ യദുവിൻ്റെ. നമുക്കറിയാം ഡ്രൈവർ യദുവിനെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിരുന്ന ആര്യയും യദുവും തമ്മിലുണ്ടായ തർക്കം ചില്ലറ പ്രശ്നമൊന്നുമല്ല ഉണ്ടായത്. അതിനുശേഷം ആര്യ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ല. ഇപ്പോൾ CPM തന്നെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. യദു സന്തോഷിക്കുകയാണോ? സന്തോഷമുണ്ട്. എന്നാൽ ഭരണം മാറ്റം വന്നാലേ എൻ്റെ കേസ് മുമ്പോട്ട് പോകുള്ളൂ, ജോലിയുടെ കാര്യത്തിൽ തീരുമാനമാവുള്ളൂ. അപ്പോൾ സന്തോഷം ഇല്ലാതെയൊന്നുമില്ല, സന്തോഷമൊക്കെ ഉണ്ട്. ഈ ആര്യയ്ക്ക് ഇത്തവണ സീറ്റ് കിട്ടാതിരുന്നത് യദുവിൻ്റെ ഒരു പ്രശ്നമൊക്കെ ആക്കൊണ്ടാണെന്ന് അവർക്ക് ഒരു നേരത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ അടുത്ത് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നോക്കാമല്ലോ. ഈ ധാർഷ്ട്യവും ഈ പാവങ്ങളുടെ അടുത്ത് ഒരു ദാക്ഷിണ്യമില്ലാത്ത പെരുമാറ്റവും കാര്യങ്ങളുമാണ്. അതിൻ്റെ ഒരു നമ്മൾ പറയൂലേ കർമ്മം തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. അത്രയും മാത്രമേ ഒരുപാട് ആൾക്കാരെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആര്യ മാത്രമല്ല, ഈ ഭരണം അപ്പാടെ മാറുമ്പോൾ LDFിൻ്റെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെ പറ്റിയും പറയുന്നത് ഇതേ ധാർഷ്ട്യം തന്നെയാണ്. അപ്പോൾ ഈ ഭരണമാറ്റം മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ പൊതുവേ അദ്ദേഹത്തിനും ധാർഷ്ട്യം തന്നെ, ഇദ്ദേഹത്തിനും ധാർഷ്ട്യമാണ്. രണ്ടാൾക്കാർക്കും ധാർഷ്ട്യമാണ്. ഒരേ പ്രവണതയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എന്നാലും അതിനെക്കാട്ടിയും കൂടുതലും ഈ പാവങ്ങളുടെ അടുത്ത് ഒരു ഇതില്ലാതെ പെരുമാറിയിട്ടുള്ള എൻ്റെ അറിവിൽ നേരിട്ട് എനിക്ക് അനുഭവമുള്ളതാണ്. ഞാൻ പറഞ്ഞ എത്രയോ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോലും ഒരു അമ്മയായിട്ട് പോലും അവർക്ക് എൻ്റെ കുഞ്ഞ് സിംഗിൾ പാരൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് സിംഗിൾ പാരൻ്റ്, ഞാനും സിംഗിൾ പാരൻ്റ് ആണെന്ന്. അപ്പോൾ അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ. വേറൊരു കുഞ്ഞിൻ്റെ വിഷമോ അല്ലെങ്കിൽ വേറൊരു കുടുംബത്തിൻ്റെ വിഷമോ അറിയണ്ട, എനിക്ക് ജോലി കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ്. അതായത് ഈ ആര്യയുടേത് കർമ്മഫലമാണ് എന്ന് ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെതും LDFിൻ്റെതും ഒക്കെ കർമ്മഫലമാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതിപ്പം മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഓരോരോ എൻ്റെ കേസുകൾ മാത്രം ഇങ്ങനെ വാർത്തയിൽ അറിയാത്ത എത്രയോ കേസുകളാണ്. എത്ര ആൾക്കാരെ ദ്രോഹിച്ച് കാണും, എത്ര ആൾക്കാർക്ക് കണ്ണീരായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും മാത്രം വൻപിച്ച ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റില്ലാത്തതുകൊണ്ടാണ്. ഇവർ 5 വർഷം വന്നു, പിന്നെ 5 വർഷം കൂടെ വന്നപ്പോൾ ജനങ്ങൾ മൊത്തത്തിൽ ഗതികേടിലാണ്. ഞാൻ ഉൾപ്പെടുന്ന ജനങ്ങളല്ലേ, അപ്പോൾ എനിക്ക് പറയാം ഈ ഭരണം മാറിയാലേ നീതി കിട്ടൂ എന്നും ഇത് വിശ്വസിക്കുന്നു. പിന്നെ അത് എന്ന് വിശ്വസിക്കുന്നത് ഈ 3 വർഷമായിട്ട് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ എൻ്റെ കേസിൽ? ചേട്ടൻ നോക്കി കണ്ടാൽ മതി. വാർത്തകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഇതുവരെയും ഏതെങ്കിലും വാർത്തയിൽ എൻ്റെ കേസിനെ കുറിച്ച് പറയുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ ബാക്കിൽ നടക്കണമല്ലാതെ അവരും വരുന്നില്ല, അവരെ വക്കീലും വരുന്നില്ല. ഞാൻ ഈ കേസിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്. അവർ വരുന്നില്ല, അവർ ഹാജരാവില്ല, അവർക്ക് ഡേറ്റ് നീട്ടി വെച്ച് കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ കയറി ജോലിയില്ലാതെ ഇറങ്ങി കയറി നടക്കണം. അവർ ഈ ഭരണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവരുണ്ടാക്കേണ്ട പൈസ മാക്സിമം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് പോയത് എൻ്റെ ജോലി, എൻ്റെ കുഞ്ഞിന് ആ സ്കൂളിൽ ചേർക്കാൻ സമയമായി. ഈ സമയമായപ്പോൾ ജോലിയില്ല. ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഓടണമെങ്കിൽ PCC വേണം, അതും കിട്ടൂല ഈ കേസ് കിടക്കണമെങ്കിൽ. ഭരണം മാറിയതിൽ സന്തോഷിക്കുകയാണ് യദു. ഭരണകൂടം കണ്ണീര് കുടിപ്പിച്ച അനവധി പേരിൽ ഒരാൾ മാത്രമാണ് താൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. PV രഞ്ജിത്തിനൊപ്പം R ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.